ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയിർത്തെഴുന്നേറ്റു. അവനിവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. അവൻ ഉയിർത്തെഴുന്നേറ്റു. ഹി ഈസ് റിസൻ. അന്ധകാര ശക്തികൾ താണ്ഡവമാടുന്ന ഇരുണ്ട കാലത്തിൻ്റെ വർത്തമാന യാഥാർത്ഥ്യങ്ങളിൽ ഉയിർപ്പിൻ്റെ സംഗീതം പ്രത്യാശ നൽകുന്നതാണ്. അനിൽ പനച്ചൂരാൻ്റെ ഒരു കവിതയുടെ ഏതാനും വരികൾ ഇങ്ങനെയാണ്: പാടാതിരിക്കുവാൻ ആവില്ലെനിക്കെൻ്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, പാടാതിരിക്കുവാൻ ആവില്ലെനിക്കെൻ്റെ ധമനിയിൽ ചോര പൊടിയുമ്പോൾ. മരണത്തിൻ്റെ തിന്മയുടെ ശക്തികൾ ജയിക്കയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ദൂതന്റെ സംഗീതമാണ് അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന പ്രസ്താവന. യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് മനുഷ്യരാശിയുടെ പ്രത്യാശയാണ്. യേശുവിൻ്റെ ഉയിർപ്പ് നമ്മുടെ ഉണ്മയുടെ പ്രകാശനവുമാണ്. ഉയിർത്തെഴുന്നേൽപ്പ് മനുഷ്യരാശിക്ക് നൽകുന്ന 2 സാധ്യതകളെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശുവിൻ്റെ ഉയിർപ്പ് ജീവന്റെ ആഘോഷമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്ന പ്രകാരം, ദൈവത്തിൻ്റെ ശ്വാസം മർത്യ ശരീരത്തിന് ജീവൻ പ്രദാനം ചെയ്യുന്നു. ഇത് മനുഷ്യൻ്റെ അസ്തിത്വത്തിനുള്ള എല്ലാ സാധ്യതകളും നൽകുന്നതാണ്. ക്രിയാത്മക സാധ്യതയുടെ ഉറവിടമാണ് അതുവഴി മനുഷ്യന് ലഭ്യമായത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ സത്തയാണ് ജീവൻ. ആ സത്തയാണ് മനുഷ്യന് പങ്കുവച്ചിട്ടുള്ളതും. നമ്മെ ദൈവോന്മുഖരാക്കുന്നത് ഈ ജീവനാണ്. ദൈവത്തിൻ്റെ ഉണ്മയുടെ ഉറവിടമായ ജീവനെ തടുത്തു നിർത്തുന്നതിനോ തകർക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഒരു ശക്തിക്കും സാധ്യമല്ല. ആയതിനാൽ മരണത്തോടെ എന്നേക്കുമായി ഒടുങ്ങിപ്പോകുന്നതുമല്ല ജീവൻ. ദൈവത്തിൻ്റെ ജീവൻ തുടരുന്ന അനുഭവമാണെന്ന് യേശുവിൻ്റെ ഉയിർപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ജീവന് ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള സാദൃശ്യം പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് വിത്തിൻ്റെ ഉപമയിലൂടെയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളിൽ മരിച്ചവർ ഉയർക്കുന്നതും അവരിലുള്ള ജീവന്റെ അംശത്തെക്കുറിച്ചും വിത്തിൻ്റെ ഉപമയിലൂടെ വിവരിക്കുന്നുണ്ട്. വിത്ത് മണ്ണിൽ വീണ് ചാകുന്നു, ചത്തശേഷവും ജീവിക്കുന്നു. ജീവന് വിത്തിലുള്ള മരണമില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവൻ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെന്നാണ് ഈ വിവരണത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത്. ആയതിനാൽ യേശുവിൻ്റെ ഉയിർപ്പ് ജീവന്റെ ആത്യന്തികമായ ആഘോഷവും വിജയവുമാണ്. 2, യേശുവിൻ്റെ ഉയിർപ്പ് ശരീരത്തിൻ്റെ ആഘോഷമാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ശരീരം ദൈവത്തിൻ്റെ ദാനമാണെന്നാണ്. ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പൗലോസ് അപ്പോസ്തലൻ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് സഭയെ ഉദ്ബോധിപ്പിച്ചിട്ടുമുണ്ട്. ശരീരം കേവലം ആത്മാവിന് പാർക്കുവാനുള്ള ഇടം മാത്രമാണെന്ന വാദം തെറ്റാണ്. ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ശരീരം വെറും ജഡമാണെന്ന ചിന്ത വേദപുസ്തകാധിഷ്ഠിതവുമല്ല. യേശുവിൻ്റെ ജഡധാരണത്തിലൂടെ ശരീരത്തിൻ്റെ പ്രാധാന്യവും അന്തസ്സും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വചനം ശരീരം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. ആത്യന്തികമായി യേശു തൻ്റെ സ്വന്തം ശരീരം നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി നൽകിയതിലൂടെ ശരീരങ്ങൾ കൗദാശികമാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. അതനുഭവിക്കുന്ന നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പങ്കാളിത്തത്തിലൂടെ ജീവന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗത്തിലൂടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും തേജസ്സുള്ള ശരീരത്തിൻ്റെ പ്രത്യാശയും
നമുക്ക് നൽകുന്നുണ്ട്. ആയതിനാൽ യേശുവിൻ്റെ ഉയിർപ്പ് ശരീരത്തിൻ്റെ ആഘോഷമാണ്. തേജസ്സുള്ള ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാണെന്ന പ്രത്യാശയുടെ സംഗീതമാണ് അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപനം. യേശുവിൻ്റെ ഉയിർപ്പിൻ്റെ പ്രത്യാശയിൽ അനുദിനം ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.